Hey guys, welcome back to Meetup. Guys, ഇന്നത്തെ വീഡിയോയിൽ AVS Human Challenge. ഇന്നത്തെ ഒരു വീഡിയോയില് നമ്മൾ ഇവിടെ ഗ്രൂപ്പ് ആയിട്ടായിരിക്കും മത്സരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ ഒരു ടീം ടീമായിട്ടാണ് മത്സരിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഇന്നത്തെ ചാലഞ്ചിൽ 5 റൗണ്ട് ആണ് ടോട്ടലി ഉണ്ടായിരിക്കുക. ആ ഒരു 5 റൗണ്ട് എന്തൊക്കെയാന്നുള്ളത് ഞാൻ കുറച്ച് ക്ലൂസ് തരാം. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ സർപ്രൈസ് ആൻഡ് സസ്പെൻസ് ആണ് ഗൈസ്. ഒക്കെ ആദ്യം ഞാൻ പറയത്തില്ല. ഓക്കെ ഗൈസ്, നിങ്ങൾ ഇതിനു മുന്നേ ഇതുപോലത്തെ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും ഇവിടെ 2 ടീമാണുള്ളത് ഗൈസ്. ഒന്ന് ടീം നോക്കുകയാണെങ്കിൽ നമ്മുടെ ചാർലി BCBയും നമ്മുടെ എഡ്വിൻ BCBയും ആണ് ഗൈസ്. ഓക്കെ, ടീം BCB. ആൻഡ് ടീം വി ടോക്സിൽ നോക്കുകയാണെങ്കിൽ ഗൈസ് ഒക്കെ KMC കൊമ്പനും ആൻഡ് അതുപോലെ തന്നെ റാഷിക് DB ആണ് ഗൈസ് ഉള്ളത്. ഗൈസ് എന്തായാലും നമ്മുടെ ചാർലി ടീം BCB ഗൈസ്. ഓക്കെ, ടീം BCB ഇവിടെ ഹ്യൂമൻ ആണ് ഗൈസ് ഒക്കെ ചൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഇവിടെ ടീം വി ടോക്സിലോട്ട് നോക്കുകയാണെങ്കിൽ A ആണ് ഗൈസ് ഒക്കെ ചൂസ് ചെയ്യാൻ. ഇവിടെ നമ്മുടെ ഈ ഒരു ചാലഞ്ചിൽ ഡ്രോയിങ്, സോങ് മേക്കിംഗ്, അങ്ങനെ കുറച്ച് സെക്ഷൻസ് ഉണ്ട്. നമ്മുടെ ഈ ഒരു 5 റൗണ്ടിലും ഓരോ സബ്ജക്ട് ആയിട്ടായിരിക്കും നടക്കാൻ വേണ്ടി പോകുന്നത് ഗൈസ്. ഓക്കെ, അപ്പൊ എന്തായാലും ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫുള്ളി മനസ്സിലാവും എന്താണ് ഈ ഒരു AVS ഹ്യൂമൻ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ ഡ്രോയിങ് ആണ് ഗൈസ് ഒക്കെ നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോ കളിയൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ടീം A ആയതുകൊണ്ട് ഗൈസ് എയിൽ നമ്മൾ ഓരോ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡ്രോയിങ് വരച്ചു തരും അല്ലേ. ഓക്കെ, സോ അങ്ങനത്തെ ഒരു സ്കീം ആയിരിക്കും. ഐപാഡ് നമുക്ക് വെറുതെ ഇരുന്ന് പ്രോംപ്റ്റ് കൊടുക്കാൻ അറിയാം. കണ്ടുപിടിച്ച നിങ്ങളെ ജോലി. അതൊക്കെ മലയാളത്തിൽ പറഞ്ഞു. നമ്മള് ഇതിങ്ങനെ വരച്ച് ഇങ്ങനെ നമ്മൾ സ്വന്തമായി കൈകൊണ്ട് വരച്ച് എഴുതി കളി. എന്ത് സബ്ജക്ട് ആണ് ഡ്രോയിങ്ങിൽ കിട്ടാൻ വേണ്ടി പോകുന്നുള്ള അറിയില്ല ഗൈസ്. നമ്മുടെ ക്രൂ ആണ് തീരുമാനിക്കുന്നത്. നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് ഫസ്റ്റ് റൗണ്ടിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പൊ ഫസ്റ്റ് റൗണ്ടിലെ ടോപ്പിക് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. AVS ഹ്യൂമൻ ആണ് ഗൈസ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എന്തായാലും ക്രൂ ഫസ്റ്റത്തെ ഡ്രോയിങ് ടോപ്പിക് എന്താണ് പറയൂ. യൂണിക്കോൺ വിത്ത് ജെറ്റ് പാക്ക്. പ്ലെയിൻ ആയിട്ട് അങ്ങ് വെച്ചോ. മറ്റേ ഗൂഗിളിൽ എടുക്കണം, അല്ലാണ്ട് എടുത്ത് വന്നോണ്ടിരിക്കോ. സൈറ്റ് അല്ലേ, സൈറ്റിന്റെ പേരെന്ന് അറിയാം. നമ്മളെന്താ കാണിക്കാനാ തോറ്റ് നീയൊക്കെ. ക്രിയേറ്റിംഗ് ഇമേജ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോണ്. എത്ര സമയം എടുക്കും. പക്ഷെ ഇത് യൂണിക്കോണാ. നോർമൽ യൂണിക്കോണാ ബ്രോ. നമ്മള് ചെയ്തു ഒരു മിനിറ്റ്. ഇത് ഇതൊക്കെ വെയിറ്റ്. സജസ്റ്റ് മോർ, അങ്ങനെ മോർ ഒന്ന് കൊടുക്ക്. വൺസ് മോർ. ഇത് എവിടെ ടൈപ്പ് ചെയ്യും. ഡ്രോ എന്നാ ഇതെന്ത് പിന്നെ ഇത് വരയ്ക്കാണ്ട് ഫോട്ടോ അതിനകത്ത് മറ്റേ അത് കറുപ്പ് കളർ പെൻസിൽ കൊണ്ട് വരച്ച പോലെ ആക്കണം. അത് ഫിൽറ്റർ മാറ്റിയാൽ പോലെ എടുത്തിട്ട് അതൊക്കെ നമ്മൾ തെറ്റാക്കും ബ്രോ. അതൊക്കെ നമ്മൾ തെറ്റാക്കും. പക്ഷെ ചാർലിയുടെ കല ഇത് തെറ്റ്. ഇത് വരച്ച പോലെ ഉണ്ട്. എടാ മോനെ, നിനക്കെന്താ പെൻസിൽ കൊണ്ട് വരച്ച പോലെ വേണമല്ലേ. അപ്പൊ ശരി നെറ്റിൽ ബ്രോ പേന കൊണ്ട് വരച്ചോളൂ. ഇനി പേന കൊണ്ട് അങ്ങനെ ചെയ്തു തരാം. വേണോ? നിങ്ങളുടെ കഴിവായിട്ട് അംഗീകരിക്കില്ല. ഇത് അതിന്റെ കഴിവാ. പക്ഷെ പ്രോംപ്റ്റ് കൊടുക്കാൻ ഒരു കഴിവ് ആർക്കും അറിയത്തില്ല. കുറച്ചെങ്കിലും വിദ്യാഭ്യാസം വേണം പ്രോംപ്റ്റ് കൊടുക്കാൻ. ബ്രോക്ക് പറ്റില്ല എന്ന് പറഞ്ഞില്ലല്ലോ. ബ്രോ പറയുന്നത് ബെറ്റർ എന്നല്ലേ. നിങ്ങളല്ല ബെറ്റർ, A ആണ് ബെറ്റർ എന്നല്ലേ ബ്രോ. ഞാനുണ്ട് ഏന് പറയാം. പക്ഷെ നിങ്ങൾ നമ്മളെ A റെപ്രസെന്റ് ചെയ്യുന്നത് നിങ്ങളെ ഹ്യൂമൻ. അത് ഞാൻ കറണ്ട കാര്യമില്ല. ഗൈസ്, അപ്പൊ എന്തായാലും നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്തോ? സാധനം പോയി പറഞ്ഞ കാര്യം തിരിച്ചിട്ടില്ല. ഗൈസ്, അപ്പൊ എന്തായാലും നമ്മുടെ ചാർലിയുടെ മിനുക്ക പണികളൊക്കെ തീർന്ന് ഇവിടെ പറയണോ ചാർലിയുടെ എന്ന് പറയണോ? ഫിനിഷിങ്ങിനുള്ള കാരണം ഞങ്ങളുടെ ടീമിനറിയാം ഞാൻ എന്തൊരു കോൺട്രിബ്യൂട്ട് ചെയ്യും.
എന്തായാലും ഞാൻ അത് ഫോട്ടോ കാണിച്ചു തരാം. ഇതാണ് BCBയുടെ സാധനം. കീഴിലായിട്ടുണ്ട് ഗൈസ് ഒക്കെ സത്യം പറയണെങ്കിൽ. നന്നായിട്ട് അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട്. പൂക്കി യൂണിക്കോൺ വിത്ത് ജെറ്റ് പാക്ക് ആണ്. അതെ പക്ഷെ എന്നാലും നമ്മളെ കുറച്ചുകൂടെ ബെറ്റർ. എയും ഹ്യൂമണും ഇങ്ങനത്തെ ഒരു സാധനം വരച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. ഓക്കെ, അപ്പൊ ഏതാണ് ഏറ്റവും ബെറ്റർ? എന്റെ ഒരു ബെറ്റർ അല്ല ഗൈസ്. ഓക്കെ, നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്നുള്ളത് ഇതിൽ നമ്മള് ആരാണ് വിന്നറോ ഒന്നും നമ്മൾ പറയുന്നില്ല. ഓക്കെ, നമുക്ക് ഏൽപ്പിച്ച നമ്മള് സംഗതി നമുക്ക് കാണിച്ചു വെച്ചിട്ട് ഇതാണ് ബെറ്റർ. അപ്പൊ എന്തായാലും നമ്മുടെ റൗണ്ട് 2ലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ ക്രൂ പറഞ്ഞ ടോപ്പിക് എന്ന് പറയുന്നത് ലെറ്റർ എഴുതുന്നതാണ് ഗൈസ്. ഇനി ആ ലെറ്ററിലെ ടോപ്പിക് എന്താന്നുള്ളത് നമ്മുടെ ക്രൂ തന്നെ പറയണം, എന്നാലും അറിയത്തുള്ളൂ ഗൈസ്. ഓക്കെ, സോ ക്രൂ കം ഓൺ. Write a breakup letter to your girlfriend. റൈറ്റ് എ ബ്രേക്കപ്പ് ലെറ്റർ ടു യുവർ ഗേൾഫ്രണ്ട്. ബ്രേക്കപ്പ് ആയിക്കാൻ നെക്സ്റ്റ് അല്ലേ ആ വേണ്ടിയിട്ടുള്ള letter. ബ്രേക്കപ്പ് ആവാൻ വേണ്ടിയുള്ള ബ്രേക്കപ്പ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ലെറ്റർ അല്ലേ? ബ്രേക്കപ്പ് എന്ന് പറഞ്ഞു ബ്രേക്കപ്പ് ആണോ? അല്ലല്ല, ബ്രേക്കപ്പ് എന്ന് പറഞ്ഞോണ്ടല്ലോ. അപ്പൊ കുറെ സാധനങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. എനിക്ക് ആഡ് ചെയ്യാൻ ഓക്കെ, ഇത് മലയാളത്തിലും ഇംഗ്ലീഷിൽ അങ്ങനെ ഉണ്ടോ? ഏത് എഴുതാം? അല്ല, എനിക്ക് ഇങ്ങോട്ട് അയച്ച സാധനം ഞാൻ തിരിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് സത്യം കേട്ടോ ഗൈസ്. അപ്പൊ അതായത് ഗേൾഫ്രണ്ട്, അപ്പൊ റിലേഷനിലെ ഗേൾഫ്രണ്ടിന് ബ്രേക്കപ്പ് ആക്കാൻ വേണ്ടിയുള്ള ലെറ്റർ ആണ് ഗൈസ്. ഓക്കെ, ബ്രേക്കപ്പ് ലെറ്റർ. അതായത് അത് വായിച്ചു കഴിഞ്ഞാൽ ഗേൾഫ്രണ്ടിന് ബ്രേക്കപ്പ് ആയി എന്ന് തോന്നിക്കണം, എറിഞ്ഞിട്ട് പോണം. സോ ഗൈസ്, അപ്പൊ നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്ന പ്രോംപ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ കൊടുത്താൽ മതിയോ? പിന്നല്ലാതെ അങ്ങനെയല്ല, അങ്ങനെയാണ് കുറച്ചുകൂടി വിശദമായി കൊടുക്കുവാണെങ്കിൽ. നമ്മുടെ പെണ്ണിന്റെ പേര് എന്റെ പൊന്നെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, അതല്ല വീട്ടിലായിട്ട് മോർ ഇമോഷണൽ ആൻഡ് ഫോമിൽ ആണോ? നമ്മൾ ഓൾറെഡി ഒരു പ്രോംപ്റ്റ് കൊടുത്ത സമയത്ത് നിങ്ങൾ കണ്ടല്ലോ ഗൈസ്, കുറച്ചും കൂടി ഇമോഷണൽ ആയിട്ടുള്ള സാധനമാണ് ചോദിക്കേണ്ടത്. ഡീപ്ലി ഇമോഷണൽ ബ്രേക്കപ്പ് ലെറ്റർ ദാറ്റ് എക്സ്പ്രസ് യുവർ ഫീലിംഗ്സ് വിത്ത്. നിന്റെ ആദ്യത്തെ എല്ലാ കണ്ടീഷൻസും എനിക്ക് ഓക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ എന്തോ അതിനോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. സോറി മലയാളത്തിലെത്തി കൂടെ ഫണ്ണായിരിക്കും. ഞങ്ങൾ എഴുതി. അപ്പൊ എന്തായാലും രണ്ടുപേരും കഴിഞ്ഞിട്ട് എയുടെ വായിക്കാം. ബ്രേക്കപ്പ് ലെറ്റർ. ഇത് എഴുതുന്നത് എനിക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതാണെന്ന് അറിയില്ല. എനിക്ക് ഒരിക്കലും ഇങ്ങനെ വേണമെന്നില്ല, എന്നാൽ സത്യം പറയേണ്ടതായിട്ടുണ്ട്. ഇതിക്കുള്ള എങ്ങനെ ഉറപ്പാക്കണേ? അതിന്റെ ഫീൽ വായിക്കണ്ടേ? അങ്ങനെ അതാണ്. ഇത് എഴുതുന്നത് എനിക്ക് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ഒരിക്കലും ഇങ്ങനെ വേണമെന്ന് എന്താ സത്യം പറയേണ്ടതുണ്ട്. മര്യാദയ്ക്ക് ആ ഫ്ലോയിൽ വായിച്ചു നിനക്ക് പറ്റത്തില്ല. ഇത് എഴുതുന്നത് എനിക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതാണെന്ന് അറിയില്ല. എനിക്ക് ഒരിക്കലും ഇങ്ങനെ വേണമെന്നില്ല, എന്നാൽ സത്യം പറയേണ്ടതുണ്ട്. നമ്മുടെ ബന്ധം എത്രമാത്രം വിലപ്പെട്ടതായിരുന്നാലും എത്രമേൽ സ്നേഹം ഉണ്ടായിരുന്നാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഒരു അകലം ഞങ്ങൾക്കിടയിൽ ഉയർന്നു വരുന്നതായി ഞാൻ അനുഭവിച്ചിരുന്നു. ഞാനത് മാറിയേക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഇന്നിതാ ഞാൻ സത്യത്തെ നേരിടുകയാണ്. നമ്മളിപ്പോൾ ഒരുമിച്ച് തുടരുന്നതിന് പ്രയാസം ഉണ്ടാവാം. നിന്റെ ഒപ്പം ഒരുപാട് സ്നേഹവും സ്നേഹപൂർവ്വമായ ഓർമ്മകളും പങ്കിട്ടു. അവ ഞാൻ എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കും. കെട്ടി സൂക്ഷിക്കും. നീ മനോഹരിയായ ഒരാളാണ്. എനിക്ക് എന്നും വളരെയധികം പ്രിയപ്പെട്ടതും ഈ തീരുമാനത്തിൽ എന്റെ ഹൃദയം വേദനിക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തായി നമുക്ക് ഇണങ്ങുന്നതിലുപരി നമ്മൾ ഒരുമിച്ച് അകലെയുള്ള സന്തോഷം കുറയുന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊന്നും നിന്നോട് ദോഷബോധത്തോടെ പറയുന്നില്ല. നീ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായത് അറിയിക്കുന്ന ഒരാളാണ്. ഞാൻ സ്നേഹിച്ചാൽ ഇപ്പോഴും ആദരിക്കുന്നയാൾ. പക്ഷെ ചിലപ്പോഴൊക്കെ സ്നേഹം മാത്രം മതിയാകില്ല. ഒരുമിച്ച് തുടരേണ്ടതോ വിട പറയേണ്ടതോ എന്നത് കുറച്ച് നിമിഷങ്ങളെങ്കിലും എന്തെങ്കിലും തീരുമാനമാകരുത്. പക്ഷെ അതിന് നമ്മൾ ഒരുമിച്ച് നേരിടേണ്ടതായ ഒരു സത്യമുണ്ട്. ഇത് ഒരു വിടവാങ്ങലാണ്. പക്ഷെ എപ്പോഴും ഞാൻ നിന്നെ മനസ്സിലാക്കുന്നുണ്ടാകും. നീ ജീവിതത്തിൽ എല്ലാ സന്തോഷവും സമാധാനവും കൈവരിക്കുമെന്നും ഹൃദയത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നു. നിന്നെ എന്നും മനസ്സിൽ വെക്കുന്ന നന്ദി, നമസ്കാരം. സീതാമഹാലക്ഷ്മിയോ? ആ പേര് നിന്റെ പേരോ? അല്ല, ആ പെണ്ണിന്റെ പേര്. അല്ല, എന്റെ പേരാണ്. എന്ത് സ്വന്തം സീതാമഹാലക്ഷ്മി ഇനി ഞങ്ങളുടെ അപ്പൊ അതാണ് എന്റെ ബ്രേക്കപ്പ് ലെറ്റർ. ഇത് ഞങ്ങള് എക്ക് ഇതൊന്നും വരയ്ക്കാൻ പറ്റൂല. ഞങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. വരച്ച് കയറ്റാൻ പറ്റും. ഫസ്റ്റ് ഒക്കെ ഞങ്ങൾ ഇംഗ്ലീഷിലാണ് കുറച്ച് സ്റ്റാൻഡേർഡ് പിടിച്ചത്. സോറി ഫോർ സേയിങ് ദാറ്റ് ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ഗോണ വർക്ക് ഔട്ട്. ഇനി അത് വായിക്കാൻ
പറ്റുള്ളൂ. ആദ്യം നിന്റെ എല്ലാ കണ്ടീഷൻസും എനിക്ക് ഓക്കെ ആയിരുന്നു. ഇപ്പോൾ എന്തോ എനിക്ക് അതിനോടൊന്നും യോജിക്കാൻ പറ്റുന്നില്ല. ആദ്യം നിന്റെ കൊച്ചു കൊച്ചു തമാശകൾ എനിക്ക് വലിയ എൻജോയ്മെന്റ് ആയിരുന്നു. ഇപ്പോൾ എന്നെ വല്ലാണ്ട് അത് ഹേർട്ട് ചെയ്യുന്നു. എനിക്കറിയാം ഈ ഒരു പോസ്റ്റിൽ 5-6 ലൈൻ വലിക്കുമെന്ന്. ഞാൻ ആദ്യം വിചാരിച്ചത് നീ ഒരു പോസ്റ്റ് ആണ്, പക്ഷെ നീ ഒരു ട്രാൻസ് അല്ല. ഞാൻ ആദ്യം വിചാരിച്ചു ഒരു പോസ്റ്റ് ആണെന്ന്, ബട്ട് പിന്നീടാണ് മനസ്സിലായത് നീ എല്ലാ വീട്ടിലേക്കും കണക്ഷൻ കൊടുക്കുന്ന ഒരു പവർ ഹൗസ് ആണെന്ന്. അതിലെ വെറും ഒരു ലൈൻ മാത്രമായിരുന്നു ഞാൻ. അതിലെ വെറും ഒരു ലൈൻ കമ്പി ആവാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഈ കൺസ്യൂമർ നമ്പറിലേക്കുള്ള കറണ്ട് ഞാൻ കട്ട് ചെയ്യുകയാണ്. ഈ കമ്പികളെല്ലാം കൂടെ വരുമ്പോൾ നിന്റെ ട്രാൻസ്ഫോമർ അടിച്ചു പോകാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. ഈ ചെറിയ കമ്പി കഥ ഞാൻ നിർത്തുന്നു. ഒരു പാവം ലൈൻ ബൈ. അതെന്തത് അവളെല്ലാം പ്രണയിച്ച ഒരാളെ നിങ്ങൾ ഇങ്ങനെ അപമാനിച്ചു വിടണ്ടേ? അവൾക്ക് ആദ്യത്തെ കണ്ടീഷൻസ് ഒക്കെ അവൾ ഓക്കെ ആയിരുന്നു. പിന്നെ അവൾക്ക് അതൊക്കെ അങ്ങോട്ട് പക്ഷേ ഈ ഒരു കണ്ടീഷൻ ആണെങ്കിൽ ഈ ലെറ്റർ എഴുതുന്നതിന് ഒരു പ്രശ്നമില്ല. അതെ ഗൈസ്, അപ്പൊ എന്തായാലും എയുടെയും അതുപോലെ തന്നെ ഹ്യൂമന്റെയും ലെറ്റർ ഗൈസ് നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ള നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നിങ്ങൾ കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും നമ്മള് 2 റൗണ്ട് അവസാനിച്ചിട്ട് നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പോവാം. Ready അല്ലേ? Let's go. ഗൈസ്, അപ്പൊ നമ്മള് ഈ ഒരു 3ാമത്തെ റൗണ്ടിൽ സ്റ്റോറി റൈറ്റിംഗ് ആണ് ഗൈസ്. ഓക്കെ, ക്രൂ നമ്മുടെ ടോപ്പിക് പറയേണ്ടതാണ്. Write a little story of a dinosaur. എഴുതാന്നുണ്ടോ? പറഞ്ഞാ പോരെ? ആ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കൂടെ. അടിപൊളി കഥ. ഞങ്ങളുടെ സെറ്റ് ആയിട്ടാ. വന്നില്ലേ, ഞങ്ങൾ അതിന് മുമ്പ് സെറ്റായി. സെറ്റായി. ആദ്യം തന്നെ സ്റ്റാർട്ടിങ് ഹെലികോപ്റ്ററിലാണ്. ഒരു ഐലൻഡ്, ആ ഐലൻഡിലേക്കാണ് ഈ ഹെലികോപ്റ്റർ വരുന്നത്. പറയട്ടെ, കഥ ഒരു കോമ്പൗണ്ടിൽ അല്ലേ? സമ്മതിക്കത്തില്ലടേ. ഈ അങ്ങനെ അവരിറങ്ങിയാണ്. ഒരു 4-5 സംഘങ്ങള് ഹെലിപ്പാഡില് ഇറങ്ങി. അവിടുന്ന് വേണ്ട വെള്ളത്താടിയും വെള്ള മുടിയൊക്കെ വെച്ചൊരു അപ്പൂപ്പൻ ഒരു കോലും കുത്തി. അങ്ങനെ അവരെല്ലാരും കൂടെ ഒരു സ്ഥലത്തേക്ക്, അതായത് ഈ ഡൈനോസർ, മലയണ്ണാൻ, അങ്ങനെ കുറെ സാധനങ്ങളുള്ള അങ്ങനെ പോലെ ഇരിക്കുന്ന കുറെ സാധനങ്ങള് അതൊക്കെ ഉള്ള സ്ഥലത്ത് ഒന്ന് എന്താ പറയാ, ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിട്ട് ഓൾറെഡി അവരുടെ ഓണേഴ്സും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഒരു കേജ് പോലെ സെറ്റ് ചെയ്ത് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് വെച്ചേക്കാണ്. ഡൈനോസർ ഒരു പരിപാലിക്കുന്ന കേന്ദ്രം എന്നൊക്കെ പറയത്തില്ലേ, അതുപോലത്തെ ഒരു സെറ്റപ്പ്. അങ്ങനെ സുഹൃത്തുക്കളെ, ഇവരെല്ലാരും കൂടെ ഇത് കാണാൻ വേണ്ടിയിട്ടും എക്സ്പ്ലോർ ചെയ്യാനും ഇവർ ഫാമിലി ആയിട്ട് അങ്ങ് പോവുകയാണ്. അങ്ങനെ പോയിരിക്കേ അവർ ഡൈനോസറിനെ കാണുന്നു, ടീറക്സിനെ കാണുന്നു. ടീറക്സ് ഏറ്റവും ഭയങ്കര കാർണിവോറസ് ആയിട്ടുള്ള ഡൈനോസർ ആണ്. പിന്നെ അങ്ങനെ ഒരു ദിവസം നോക്കിയിരിക്കെ നമ്മുടെ കഥാനായകനും വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ കഥാനായിക ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വർത്താനം പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ കഥാനായകൻ പുറകിരുന്ന് അല്ല വണ്ടി ഗട്ടർ. അപ്പൊ കഥാനായിക ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മാപ്പ്, അങ്ങോട്ട് പോകണോ, ഇങ്ങോട്ട് പോകണം നോക്കി നിൽക്കേ. കഥാനായകന്റെ ഒരു വിചിത്രമായ ഒരു കാര്യം കാഴ്ച കാണുക. കഥാനായകൻ വായും പൊടിച്ചിരിക്കുമ്പോഴത്തേക്കും ഇപ്പോഴും കഥാനായിക മാപ്പ് നോക്കിയിരിക്കുന്നു. അതാ കഥാനായകന് കഴുത്ത് പിടിച്ച് തിരിച്ച് നോക്കുമ്പോഴേ ഇതൊരു കുഞ്ഞു കഥയാ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ ആദ്യമായി ആ പെണ്ണുമ്പുള മറ്റേ ഡൈനോസറെ കാണുകയാണ്. അതും ഹെർബിവോറസ് ആയിട്ടുള്ള ഇതാണ്. ഡൈനോസർ കുഞ്ഞ് ഇത്രയും വലുത്. അങ്ങനെയാണ് ആദ്യമായി ഒരു ഡൈനോസറിനെ നമ്മുടെ കഥാനായിക കാണുന്നത്. അല്ല, ഇതാണ് തുടക്കം.
ചരിത്രം തന്നെ നീ മാറ്റി എഴുതിയല്ലോ കിളവ. ഇന്നുച്ചയ്ക്ക് 2:30. ഗൈസ് അപ്പോൾ ഹ്യൂമന്റെ കഥ കേട്ടല്ലോ. ഇനി നമ്മുടെ ഇത്രയും ഫണ്ണെന്ന് അറിയില്ല, ഇത് അച്ചടി കഥ. എയുടെ കുട്ടികൾക്ക് പറ്റിയുള്ള സ്റ്റോറി. നമ്മള് പ്രോംപ്റ്റ് അടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫണി ലിറ്റിൽ സ്റ്റോറി ഓഫ് എ ഡൈനോസർ ഇൻ മലയാളം. യെസ്. ഡൈനോസർ ഡൂഡയുടെ ഡൂഡു ഡൈനോസർ ടീറക്സിനെ കണ്ട് ഡൂഡു എന്ന് വിളിക്കുന്ന ആലോചിച്ചൊക്കെ ഡൂഡുവിടെ കടിച്ചു കയറാൻ പറ്റുമ്പോ നമ്മുടെ കഥക്ക് പേരുണ്ട് കേട്ടോ. ഡൂഡു ഡൈനോസർ. നിങ്ങളുടെ കഥയുടെ പേരെന്താ? ഡൈനോസർ ആടുവോ? അല്ല ആട് ഡൈനോസറേ, ആട്. ആട് ഡൈനോസർ ഡുഡുവിന്റെ പിഴച്ചിലാണ്. വലിയ ഒരു കാലത്ത് വലിയ കാടുകളുടെ നടുവിൽ ഒരു ചെറിയ ഡൈനോസർ ജീവിച്ചു. പിന്നെ സിറ്റിയിലൊന്നും താമസിക്കോ. അവന്റെ പേരാണ് ഡുഡു. ഡുഡു വളരെ കളികേടനായ ഒരു തേനുമായിരുന്നു. പാവമായ ചെയ്താലും അതിന്റെ ഒടുവിൽ ഒരു പിഴച്ചിലാകും. ഒരു ദിവസം ഡുഡു തന്റെ കൂട്ടുകാരോട് പറഞ്ഞു, പറക്കാൻ പഠിക്കാമോ എന്ന്. ഡൈനോസർ അവന് പറയാൻ പാടില്ല, എനിക്ക് പറക്കാൻ പഠിക്കാമെന്ന് എനിക്കും പറയാൻ പാടില്ലേ. എന്താ ഡൈനോസറുകൾക്ക് ചിറകില്ല? കൂട്ടുകാർ ചിരിച്ചു. അത് ശരി, പക്ഷെ നമുക്ക് മരത്തിൽ നിന്ന് ചാടി നോക്കാമല്ലോ, ഡുഡു ആവേശത്തോടെ പറഞ്ഞു. എല്ലാരും അകന്നു നോക്കി. ഡുഡു ഒരു വലിയ പുളിമരത്തിന്റെ മുകളിൽ കയറുകയായിരുന്നു. മുകളിൽ വലിച്ചിരിച്ച് പറഞ്ഞു, വലിച്ചിരുന്ന വിളിച്ചു നീട്ടി പറഞ്ഞതാണ്, ഇനി ഞാൻ പറക്കും. അവൻ ചാടിയതോടൊപ്പം വായുവിൽ 2 സെക്കൻഡ് തങ്ങിയതുപോലെ തോന്നി. പിന്നെ പ്ലാച്ച് എന്നൊരു ശബ്ദത്തോടെ മണ്ണിൽ വീണു. അതിന് പിന്നാലെ വാലിന് മുകളിൽ കൊച്ചു തുണി കുടുങ്ങിയിരിക്കുന്നു. ഹാ ഹാ അല്പം കൂടി പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായും പറക്കും. അതിന് പിന്നാലെ വീണ്ടും മറ്റൊരു പിഴിച്ചലിനായി ഡുഡു തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അയ്യോ, ഇത് കഥ കഴിഞ്ഞല്ല. ഇത്ര ഉള്ളു. കിട്ടില്ല. അത് ശരിയാണ്, അത് ബോക്സ് ഓഫീസ് പടമായിരുന്നടാ. നല്ല സ്റ്റോറിയും അതുപോലെ തന്നെ ഹ്യൂമന്റെ സ്റ്റോറി നിങ്ങൾ കേട്ടാണ്. ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ സ്റ്റോറി പരിപാടി അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ അടുത്ത റൗണ്ടിൽ ഏത് ടോപ്പിക്കാണെന്ന് അറിയില്ല ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് റൗണ്ടിലേക്ക് പോവാം. ഗൈസ്, അപ്പൊ നമ്മുടെ ഈ ഒരു 5ാമത്തെ റൗണ്ടിൽ ഗൈസ് ഇവിടെ നമുക്ക് നമ്മുടെ ക്രൂ തന്ന ടാസ്ക് എന്ന് പറയുന്നത് ഗൈസ് മറ്റൊന്നുമല്ല, റാപ്പ് സോങ് അബൌട്ട് ഫ്രണ്ട്ഷിപ്പ് ഗൈസ്. ഓക്കെ, ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചുള്ള ഒരു റാപ്പ് സോങ് ആണ് ഗൈസ് ഇവിടെ മേക്ക് ചെയ്യേണ്ടത്. ഫ്രണ്ട്ഷിപ്പ് ഉള്ളിൽ വരണം. അപ്പോൾ നമ്മളിവിടെ പ്രോംപ്റ്റ് എടുക്കാൻ വേണ്ടി പോകുന്ന റാപ്പ് സോങ് അബൌട്ട് ഫ്രണ്ട്ഷിപ്പ്. 1 hour later. നിനക്കായെന്നാണ് നമ്മുടെ ഒരുപാട് യാത്രകൾ, ഒരുപാട് ഓർമ്മകൾ, നിനക്കൊപ്പം നിന്ന ഹൃദയം നിറയും പക്ഷികൾ പോലെ സ്വപ്നം പറക്കാം, സഹപാഠികൾ നാം ഒരുമിച്ച് എഴുതാം. നിൽക്കും, എന്നോടുമൊപ്പം നിൽക്കും, ഞങ്ങൾ ഒന്നായി നിൽക്കും. ഇന്നലെയെല്ലാം ഓർമ്മിച്ചിരുന്നോ? വർഷങ്ങൾ പെയ്താൽ ഓടിച്ചിരുന്നോ? ബസ് മിസ്സായ കാലം മറന്നോ? ഒരുമിച്ച് സൈക്കിൾ കയറിയ സമയം. നമ്മുടെ കണക്ക് കുഴപ്പമില്ല, നമ്മുടെ ബോണ്ട് എന്നാലും തകരില്ല. നേർവഴി നോക്കാം, വിട്ടില്ല, മുന്നോട്ട് പോകാം. കണ്ടു നിൽക്കില്ല ഞങ്ങൾ, ചേർക്കും കൈകൾ ഒരുമിച്ച്, സ്നേഹമെന്നും തിളങ്ങാൻ. ആർക്കോ ആയി. Yo boys, our rap song game there was a gang. There was a gang guys. 1 2 3 check. 1 2 3 ഞാനും പാഴ നീയും പാഴ നമ്മൾ രണ്ടും പുതുവാഴ. എന്നെ ഊക്കാൻ നീ, നിന്നെ ഊക്കാൻ ഞാൻ, നമ്മളെ ഊക്കാൻ ആരോടുണ്ട്? ഞാനും പാഴ നീയും പാഴ നമ്മൾ രണ്ടും പുതുവാഴ. എന്റെ കയ്യിൽ കാശില്ല, നിന്റെ കയ്യിൽ കാശില്ല. People call me ഞാനും പാഴ നീയും പാഴ നമ്മൾ രണ്ടും പുതുവാഴ.
നമ്മുടെ റാപ്പ് സോങ് നിങ്ങൾ കേട്ടല്ലോ, 2 റാപ്പ് സോങ്ങും, ഒന്ന് കൈസോൺ എന്റെ ആയിരുന്നു, ഒന്ന് നമ്മുടെ ഹ്യൂമന്റെ ആയിരുന്നു. കൈസപ്പോ ഏത് ഇഷ്ടപ്പെട്ടെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം. ഇതൊരു ചെറിയൊരു എക്സ്പെരിമെന്റൽ വീഡിയോ ആയിട്ട് നിങ്ങൾ എയും ഹ്യൂമണും ചേർന്നാലല്ല തമ്മിൽ എന്തൊക്കെ ഉണ്ടാവുന്ന മനസ്സിലായി. എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട്, എന്തൊക്കെ ഡേഞ്ചറസ് ഗൈസ്. ഇങ്ങനെ ഒരു ചർച്ച നമ്മൾ ചെയ്തത്. ഹ്യൂമന്റെ ക്രിയേറ്റിവിറ്റിനെയും എല്ലാത്തിനെയും AI മടിയാക്കുകയാണ് ചെയ്യുന്നത്. ലൈക്ക് അതായത് ഞങ്ങൾ ഇത്രയും നേരം ഉണ്ടാക്കിയ ഒരു ഓളം എക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല. പറ്റിയിട്ടില്ല. പറ്റിയോ? ബിക്കോസ് ഉണ്ടാക്കുന്ന ഫീൽഡ് നിങ്ങൾക്ക് ഉണ്ടാക്കാനും പറ്റത്തില്ല. വീട് കിട്ടിയിട്ട് കാര്യമില്ല. ബ്രോ AI കണ്ടുപിടിച്ചത് ഹ്യൂമൻ ആണ് ബ്രോ. അത് പറഞ്ഞ കാര്യമില്ല ബ്രോ അതിന്റെ ബ്രോ, അതില് കാര്യമില്ല. Bro, ബ്രോ കോളേജിൽ പഠിച്ചപ്പോ കാൽക്കുലേറ്റർ അല്ലേ യൂസ് ചെയ്ത, മനക്കണക്കല്ലല്ലോ. അല്ല ആ calculator കണ്ടുപിടിച്ചതാരാ? അത് മനുഷ്യനാ. AI ഈ കാൽക്കുലേറ്റർ ഇതിനെല്ലാം കൂടെ അതായത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫ് അല്ലെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ ഈസി ബട്ട് ഇത് കുറെ മടിയന്മാർ ഇത് മാത്രം യൂസ് ചെയ്തുകൊണ്ട് തല ഒന്നും യൂസ് ചെയ്യാതെ നടക്കുന്നു. എക്സാമ്പിൾ ഞാൻ വേണമെങ്കിൽ തുപ്പി കാണിക്കാം. ഹ്യൂമൻ ചാലഞ്ചിലെ റിസൾട്ടും കാര്യങ്ങളും നിങ്ങൾ കമന്റ് ചെയ്യുക, ഏതൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, എന്തായാലും guys, അപ്പോൾ ഇന്നത്തെ ഒരു ചാലഞ്ച് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ചാലഞ്ച് നമ്മൾ വീണ്ടും വരുന്നത്.